ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഞാൻ എൻ്റേതായ ഒരു വർഷം ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി എങ്ങനെയാണോ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ചിക്കൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് കുറച്ച് ഫ്ലഷ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട്, കാരണം അത് മക്കൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കൻ, അതായത് ബാക്കി ഒരു 3/4 കിലോ കാണും. അപ്പോൾ ആ ചിക്കനെല്ലാം അതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത്, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഉപ്പ്, പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര്, ഇത്രയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി വെക്കണം. ഇളക്കി കുറച്ച് നേരം നമ്മൾ മാറ്റി വെക്കണം. അപ്പം നമ്മൾ എത്രയും നേരം ഇളക്കുന്നോ അത്രയും നല്ലതാണ്, അല്ല എത്രയും നേരം നമ്മൾ മാറ്റി വെക്കണോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ അരി എടുക്കുക. ഞാൻ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്, ദാവത്തിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഏറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അരി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്, ഉപ്പിട്ട് ആണ് ഞാൻ ചോറ് വേവിക്കുന്നത് കേട്ടോ. അതിലേക്ക് പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അതായത് ഒരു 4 ഗ്രാമ്പു, 2 ഏലക്ക, കുറച്ച് കറുവപ്പട്ട, പിന്നെ അതുപോലെ ബേ ലീഫ്, ബിരിയാണി ഇലയില്ലേ അത്, അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുത്തത്. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കഴുകി വെക്കുന്ന സമയം, കഴുകി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് അരിയിട്ട് കൊടുത്തത്. നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് കഴുകരുത് കേട്ടോ. അങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ അരി പൊടിഞ്ഞു പോകും. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ. അപ്പം അതിനുശേഷം കുറച്ച് 1 സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെയ്യൊന്നും അധികം ചേർക്കുന്നില്ല കേട്ടോ ഈ ബിരിയാണിക്കകത്ത്, കാരണം എനിക്ക് നെയ്യുടെ ചുവ അധികം ഇഷ്ടമില്ല. പിന്നെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചോറൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. ചോറായിട്ട് നമ്മൾ ഈ ചോറ് ഊറ്റിയെടുക്കുക കേട്ടോ, അല്ലാതെ ഇങ്ങനെ പറ്റിച്ചെടുക്കുകയല്ല. കാരണം എനിക്ക് ഊറ്റിയെടുക്കുന്നതാണ് ഒന്നും കൂടെ എളുപ്പം. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. അപ്പം ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തിൽ ചൂടാകുമ്പോഴത്തേന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് ഒന്നും കൂടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് വേവിക്കണ്ട, എന്നാലും വേഗണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു കുടം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി കഷ്ണം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മൾ കേട്ടോ. ഈ ചോപ്പറില്ലേ നല്ല യൂസാണ് കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും നമുക്ക് ഇതിനകത്തിൽ. നമുക്ക് എന്താ പറയണ്ടേ, ഒന്ന് തൈരൊന്ന് ഉടച്ചെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ തക്കാളിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണമെങ്കിലോ അതുപോലെ ഉള്ളി പേസ്റ്റ് ആക്കി എടുക്കണം, എല്ലാത്തിനും നല്ല കേട്ടോ. കറണ്ടിലാണ്, പക്ഷെ നല്ല യൂസാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പം ഇങ്ങനെ എല്ലാം നന്നായിട്ട് ചതച്ച് കഴിയുമ്പോൾ ഇതിൽ തന്നെ ഒരു അടപ്പുണ്ട്, അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്കെടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് വയ്ക്കാം. അപ്പം നല്ല യൂസാണ്. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടില്ലേ, ഇതുപോലെ ഒരു വൈറ്റ് അടപ്പ് ഉണ്ട് അതിൻ്റെ ബാക്കി തന്നെ, അത് വെച്ച് നമുക്ക് ഇങ്ങനെ അടച്ച് വയ്ക്കാം. അപ്പോൾ അതും കഴിഞ്ഞ് അപ്പം അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് ഒക്കെ എടുക്കാം. അപ്പോൾ കുറച്ച് എല്ലാ ഭാഗവും ഒന്ന് എന്താ പറയണ്ടേ, എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചിക്കൻ തിരിച്ചിടാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഒരു 3 തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ ചിക്കനെല്ലാം അതിൽ നിന്ന് മാറ്റി കൊടുത്തതിന് ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഒഴിക്കണ്ട. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളിയും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനൊരു 3 വലിയ സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്ലൈസായിട്ട്. പക്ഷേ അത് ഞാൻ അരിയുന്ന കാണിച്ചില്ല അല്ലേ, സാരമില്ല. പക്ഷേ 3 സവാള എടുത്ത് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ചോറിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ ഈ മസാലയ്ക്കും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. കൂടുതൽ വാരി ഇടരുത് കേട്ടോ, പിന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്താ പറയണ്ടേ, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ എനിക്കിങ്ങനെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കണം. അതാണ് കാരണം പിള്ളേർ അതുവഴി ഇതുവഴി ഓടുമ്പോൾ എന്നോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അതിൻ്റെയും കൂടെ ആൻസർ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ കിട്ടില്ല, അവരോട് പറയുന്നതായിരിക്കും പെട്ടെന്ന് വായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വീണ്ടും പോയി എന്തായിരുന്നു നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും പിന്നെ മറ്റേ പച്ചമുളകും ഇത്രയും കൂടെ ഇടും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് നമ്മൾ തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ വന്ന് അവിടെ നോക്കി നിൽക്കുന്നത് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് നോക്കുക. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ കിച്ചണിൽ എന്നെ സഹായിക്കാൻ വേണ്ടി. ഇതൊക്കെ വലുതാകുമ്പോൾ കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്, ചോറ് വെന്തിട്ട് ഞാൻ ഊറ്റി കേട്ടോ. ചോറ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വറ്റിച്ചെടുക്കുകയല്ല, ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് എത്ര ഒരാളിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും, മല്ലിയില ഏറെ വേണം, പുതിനയില കുറച്ച് മതി കേട്ടോ. ഒരു പിടി മല്ലിയിലയും അതിനേക്കാളും കുറച്ച് പുതിനയിലയും കൂടെ നമ്മൾ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വീഡിയോയിൽ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിനകത്ത് പൊടി ഇട്ടപ്പോഴത്തേനും എനിക്ക് ചുമ വന്നതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് നിർത്തിയത്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല. എനിക്ക് ചിക്കൻ മസാല ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ മസാല അല്ല, സോറി ബിരിയാണി മസാലയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്, പ്രൊമോഷനൊന്നുമല്ല, ചുമ്മാ പറയുന്ന കവർ കാണിച്ചതുകൊണ്ട്. അപ്പം ബിരിയാണി മസാലയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി മസാല ഞാനൊരു 2 ടീസ്പൂൺ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി മസാല ഞാൻ ഇച്ചിരി കൂടുതലങ്ങ് കേട്ടോ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക വീണ്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക, ഇളക്കി കുറച്ചും കൂടെ അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ ഇച്ചിരി എണ്ണയും കൂടെ വേണമായിരുന്നു കേട്ടോ, ഞാൻ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി. പിന്നെ നിങ്ങൾക്ക് നെയ്യാണ് ഇഷ്ടമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നെയ്യുടെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കുക കേട്ടോ. കാണുമ്പോൾ ഒത്തിരി പ്രോസസ്സ് പോലൊക്കെ തോന്നുന്നേ ഉള്ളൂ, പക്ഷേ അത്ര വലിയ പാടൊന്നും ഇല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ വീണ്ടും അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇളക്കി കൊടുത്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയും കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ചിക്കൻ ഇല്ലാത്ത കാരണം ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിതാ ഇത് റെഡിയാക്കി. ഇതിനിടയ്ക്ക് എൻ്റെ പുത്രൻ വന്ന് ഒരു 2-3 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വോയിസ് ഇങ്ങനെ കട്ടാക്കി ഞാൻ പറയുമ്പോൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഇത് കേട്ട് നോക്കാനുള്ള ക്ഷമ എനിക്കില്ല, കാരണം എനിക്ക് എൻ്റെ വോയിസ് തന്നെ കേൾക്കുന്നത് അത്ര വലിയ താല്പര്യമുള്ളതല്ല, വിഷയമല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. മസാല റെഡിയായി, അതുപോലെ ചോറ് റെഡിയായി. ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ദം ചെയ്യുക. ഒരു ദം ബിരിയാണി കേട്ടോ, ദമ്മെന്നൊക്കെ പറയാം, കാരണം അത്ര വലിയ ദമ്മൊന്നും അല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലുള്ള ഇത് അങ്ങനെയുള്ളൂ. അപ്പോൾ ഈ മസാല നല്ല റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് കഴിക്കാം കേട്ടോ. നല്ല വിശപ്പ്, ഉച്ചയ്ക്കാണ് ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിനി ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക, നെയ്യ് വേണമെങ്കിൽ നെയ്യ് കൊടുക്കുക. പിന്നെ ഞാനൊരു എന്താ പറയണ്ടേ, കുറച്ച് പൈനാപ്പിൾ എസൻസും
അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് കലക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു മഞ്ഞ കളറിന് വേണ്ടി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി വരാൻ വേണ്ടി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിൽ തൂകുക, വീണ്ടും ചോറിട്ട് കൊടുക്കുക, പിന്നെയും മല്ലിയില തൂകുക, അങ്ങനെ അങ്ങനെ ഈ പ്രോസസ്സ്. പിന്നെയും മഞ്ഞ കളർ ഇടുക. പിന്നെ നമ്മൾ എന്താ കിസ്മിസ് അണ്ടിപ്പരിപ്പും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഞാനിത് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വറക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയൊരു തടുക്ക അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതും കട്ട് ചെയ്തേക്കല്ലേ, അത് നിങ്ങളോട് പറയാം, അല്ല നിങ്ങൾ വേണ്ട കുഴപ്പമില്ല, അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മറവിയൊക്കെ എല്ലാവർക്കും സ്വാഭാവികമല്ലേ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഈ സംഭവം ഈ കടായി ആ പാനിൻ്റെ മുകളിലേക്കൊന്ന് വെക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് ഞാൻ വെക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യും. കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ അടപ്പ് വയ്ക്കും. എന്നിട്ട് എയറൊന്നും പോകാത്തതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഞാൻ വെച്ചേക്കും. പക്ഷെ അത് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടില്ലെന്നേ, എന്ത് പറ്റുമോ, എത്ത വഴിക്ക് മാറിപ്പോയി, അല്ല ശരി പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യും. അതിനുശേഷം ഒരു 15 മിനിറ്റ് 10-15 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റും, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ചിക്കൻ ഇങ്ങനെ അടിയിലാണ് ഇടുന്നത്, അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ലെയർ ചെയ്തും ഇടാം കേട്ടോ. ഞാൻ ആ പാത്രത്തിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് തോന്നുന്ന പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഹെയർ പോകാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഇടുന്നത്. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ടില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബിരിയാണി. നല്ല സൂപ്പർ ബിരിയാണിയാണ്, നിങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കുക. എടുക്കുമ്പോൾ അടിയിൽ കൂട്ടിയെടുക്കുക, അപ്പോഴാണ് നല്ല കഷ്ണങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇനി കഷ്ണം കിട്ടിയില്ലെന്ന് വെച്ചാൽ ആരെങ്കിലും പരാതി പറയില്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് പൊരിച്ച കോഴീൻ്റെ ബിരിയാണി, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അല്ല ഇങ്ങനെയൊക്കെ ആണോ ആരെങ്കിലും ഉണ്ടാക്കുന്നത്, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇങ്ങനെയാണോ നിങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബിരിയാണി. എല്ലാം പറഞ്ഞായിരുന്നല്ലോ അല്ലേ, ഇനി എവിടേക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചെള്ളാസും സാലഡും. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞിട്ട്, അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ സ്ലൈസായിട്ട് അരിഞ്ഞ്, ഒരു പച്ചമുളകും കൂടെ വട്ടത്തിൽ കീറിയിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുക. അങ്ങനെ കുറച്ച് നേരം വെക്കുക. അപ്പോൾ അതങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് അലിഞ്ഞ് വരും. അപ്പോൾ അതും കൂടെ ഈ ബിരിയാണിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.